ക്രിസ്തീയ ജീവിതം എന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുന്ന ഒന്നല്ല, ക്രിസ്തുവിനോട് കൂടെ നടക്കുന്ന അനുഭവമാണ്. നടക്കുക എന്നാൽ ക്രിസ്തുവിനോടുള്ള അത്യധികമായ സ്നേഹത്തിൽ ജീവിക്കുക എന്നുള്ളതാണ്. ദൈവം നമ്മെ ആഴമായി സ്നേഹിക്കുന്നു. ദൈവമായുള്ള ബന്ധത്തിലേക്കും ഉടമ്പടിയിലേക്കും പ്രവേശിക്കുവാൻ ദൈവം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി നൽകപ്പെട്ടിരിക്കുന്ന ചിന്താവിഷയം ഗാഢമായ സ്നേഹത്തിൽ ക്രിസ്തുവിനോടൊപ്പം നടക്കുക എന്നുള്ളതാണ്. നൽകപ്പെട്ട പാഠഭാഗങ്ങളെ ആസ്പദമാക്കി ഈ വിഷയം നമുക്ക് ചിന്തിക്കാം. ഒന്നാമത്തെ ചിന്ത, ദൈവസ്നേഹം ശാശ്വത സ്നേഹമാണ്. ദൈവസ്നേഹം ശാശ്വത സ്നേഹമാണ്. ഇരമ്യാവ് 31 അധ്യായം 3 വാക്യത്തിൽ ദൈവം ഇരമ്യാവിനോട് ഇപ്രകാരം അരുളി ചെയ്തു: നിത്യസ്നേഹം കൊണ്ട് ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഞാൻ നിനക്ക് ദയ ദീർഘമാക്കിയിരിക്കുന്നു. ദൈവമാണ് ആദ്യം നമ്മെ സ്നേഹിച്ചത്. നാം ദൈവത്തെ സ്നേഹിക്കുന്നതിന് മുമ്പായി ദൈവം നമ്മെ സ്നേഹിച്ചു. ദൈവസ്നേഹം ഒരു തിരിച്ചുവരവനായി നമ്മെ ആഹ്വാനം ചെയ്യുന്നു. നാം നശിച്ചു പോകുവാൻ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇരമ്യാവ് 30 അധ്യായം 4 വാക്യത്തിൽ ഇപ്രകാരം നാം വായിക്കുന്നു: ഇസ്രായേൽ കന്യകയെ, ഞാൻ നിനക്ക് വീണ്ടും അഭിവൃദ്ധി വരുത്തുകയും നീ അഭിവൃദ്ധി പ്രാപിക്കുകയും ചെയ്യും. ഇസ്രായേൽ ജനതയുടെ തിരിച്ചുവരവിനെ ഇത് വിഭാവനം ചെയ്യുന്നു. ദൈവസ്നേഹം നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സന്തോഷവും പ്രത്യാശയും നൽകിത്തരുന്നു. 30 അധ്യായം 5 വാക്യം: നീ ഇനിയും ചേലോടെ തപ്പെടുത്തുകൊണ്ട് സന്തോഷിച്ച് നൃത്തം ചെയ്യുന്ന നിരയിൽ പുറപ്പെടും. ദൈവസ്നേഹം ജീവിതത്തിൽ ഇപ്രകാരം സന്തോഷവും പ്രത്യാശയുമൊക്കെ ലഭ്യമാകുവാൻ ഇടവരുന്നു. രണ്ടാമത്തെ ചിന്ത, ദൈവത്തിനായുള്ള ദാഹം സ്നേഹത്തിൻ്റെ പ്രകടനം. ദൈവത്തിനായുള്ള ദാഹം സ്നേഹത്തിൻ്റെ പ്രകടനം. സങ്കീർത്തനം 63 അധ്യായം 1 വാക്യം: ദൈവമേ, നീ എൻ്റെ ദൈവം, അധികാലത്തെ ഞാൻ നിന്നെ അന്വേഷിക്കും. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്ത് എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു, എൻ്റെ ദേഹം നിനക്കായി കാക്ഷിക്കുന്നു. ദൈവത്തിനായുള്ള ദാഹം ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രകടമാക്കുന്നു. ഈ ദൈവസാന്നിധ്യം നിരന്തരം അനുഭവിക്കുവാനുള്ള ആഗ്രഹമാണ്. ഇത് ദൈവാനുഗ്രഹങ്ങൾ ലഭ്യമാക്കുന്നതിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല. ദൈവസ്നേഹം ദൈവത്തെ ആരാധിക്കുവാനും സ്തുതിക്കുവാനും സമർപ്പിക്കുവാനും നമ്മെ പ്രേരിപ്പിക്കുന്നു. മൂന്നാമത്തെ ചിന്ത, നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ ജീവിതം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എഫേസ്യർ 3 അധ്യായം 14 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ പൗലോസ് വിശ്വാസികളോട് ഇപ്രകാരം പറയുന്നു: നിങ്ങൾ അകത്ത മനുഷ്യനെ സംബന്ധിച്ച് ശക്തിയോടെ ബലപ്പെടണം. ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണം. സ്നേഹത്തിൽ വേരൂന്നി അടിസ്ഥാനപ്പെടണം. പരിജ്ഞാനത്തെ കവിയുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹത്തെ അറിയണം. ദൈവത്തിൻ്റെ എല്ലാ നിറവിനോളം നിറഞ്ഞു വരണം. ഇതെല്ലാം ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതത്തിൻ്റെ ലക്ഷണങ്ങളാണ്. നാലാമത്തെ ചിന്ത, സമർപ്പണത്തിലൂടെയാണ് സ്നേഹം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. സമർപ്പണത്തിലൂടെയാണ് സ്നേഹം യഥാർത്ഥത്തിൽ വെളിപ്പെടുന്നത്. യോഹന്നാൻ 21 അധ്യായം 15 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷം ശിഷ്യന്മാർക്ക് തിബിരിയോസ് കടൽക്കരയിൽ വെച്ച് പ്രത്യക്ഷനായ സംഭവം വിവരിച്ചിരിക്കുന്നു. ഒരു രാത്രി മുഴുവനും അധ്വാനിച്ചിട്ടും അവർക്കൊന്നും ലഭിച്ചില്ല. തുടർന്ന് യേശുവിൻ്റെ വാക്ക് കേട്ട് പടകിൻ്റെ വലത്ത് ഭാഗത്ത് വലയിറക്കുമ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെടുന്നു. ഉയർത്തെഴുന്നേറ്റ യേശുവിനെ അവർ തിരിച്ചറിയുന്നു. ഇതിനുശേഷം യേശു പത്രോസിനോട് 3 ചോദ്യങ്ങൾ ചോദിക്കുന്നു. നീ എന്നെ സ്നേഹിക്കുന്നുവോ? ഇത് വ്യക്തിപരമായ ഒരു ചോദ്യമായിരുന്നു. സ്നേഹം വ്യക്തിപരമാണ്. സ്നേഹം പുനഃസ്ഥാപനാത്മകമാണ്. പത്രോസ് യേശുവിനെ 3 വട്ടം തള്ളിപ്പറഞ്ഞു. 3 ചോദ്യങ്ങളിലൂടെ അതിന് പ്രായശ്ചിത്തം ചെയ്യുന്നു. സ്നേഹം ദൗത്യപൂർണമാണ്. ഓരോ ചോദ്യത്തിന് ശേഷവും പുതിയ ഉത്തരവാദിത്തങ്ങൾ പൗലോസിന് ഏൽപ്പിക്കപ്പെടുന്നു. സ്നേഹം വിലയേറിയതാണ്. യേശുവുമായുള്ള സ്നേഹബന്ധത്തിന് പത്രോസ് നൽകേണ്ട വലിയ വിലയെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ആമേൻ, ആമേൻ, ഞാൻ നിന്നോട് പറയുന്നു, നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അരകെട്ടി ഇഷ്ടമുള്ളിടത്ത് നടന്നു. വയസ്സനായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരുത്തൻ നിന്റെ അരകെട്ടി നിനക്കിഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് പറഞ്ഞു. ഒടുവിൽ യേശു പറഞ്ഞു, എന്നെ അനുഗമിക്കുക. ഇപ്രകാരം യേശുവിനെ അനുഗമിക്കുവാൻ ആഴമായ സ്നേഹം അനിവാര്യമാണ്. എങ്ങനെയാണ് യേശുവിനോടുള്ള വൈകാരികമായ സ്നേഹം പ്രാവർത്തികമാക്കുവാൻ കഴിയുന്നത്? ദൈവവുമായുള്ള നിരന്തരമായ ബന്ധം കാത്തു സൂക്ഷിക്കുന്നതിലൂടെ, പ്രാർത്ഥനയിലൂടെയും ദൈവവചന കേൾവികളിലൂടെയും ദൈവസ്ഥാനത്തെക്കുറിച്ചുള്ള ബോധ്യത്തിലൂടെയും ഇത് സാധ്യമാകുന്നു. നമ്മുടെ അനുഷ്ഠാനങ്ങൾ ചടങ്ങനായിട്ട് ആചരിക്കുന്നതിലൂടെയല്ല, ഹൃദയപൂർവ്വമായി ദൈവത്തെ ആരാധിക്കുന്നതിലൂടെ, ദൈവത്തെ പൂർണ്ണമായി അനുസരിക്കുന്നതിലൂടെ, ക്രിസ്തു മാതൃക കാണിച്ചതുപോലെ മറ്റുള്ളവർക്ക് ശുശ്രൂഷ ചെയ്യുന്നതിലൂടെ, കഷ്ടതയിലും ക്രിസ്തുവിനെ പിൻഗമിക്കുന്നതിലൂടെ,
നിത്യവും ശാശ്വതമായ യേശുവിൻ്റെ സ്നേഹം നമ്മെ ക്ഷണിക്കുന്നു. യേശുവിനെ സ്നേഹിക്കുന്നതിലൂടെ യേശുവിൻ്റെ കൂടെ നടക്കുവാൻ, യേശുവിനെ അനുഗമിക്കുവാൻ നമുക്കിടയാകണം. അതിന് ദൈവം നമ്മെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.